നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചന ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമാണ് വന്നത്. ന്യായപ്രമാണം വന്നതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുകയും അതുകൊണ്ട് തന്നെ ന്യായപ്രമാണ ലംഘനത്താൽ എല്ലാവരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരുകയും ചെയ്തു എന്നുള്ളത് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നാം അതേ അധ്യായത്തിന്റെ 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് റോമാലേഖനം 1 മുതൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കുറിവാക്യമായിട്ടെടുത്ത റോമാലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലെ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളവയാണ്. എങ്കിലും ഇന്ന് അതിനെ സ്പർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ ചിന്തിച്ച ചില വിഷയങ്ങൾ വീണ്ടും നമ്മൾ തുടർന്നും നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ വളരെ അതിൻ്റെ ഷോർട്ട് സമ്മറി ഫോമിൽ റോമാലേഖനം 3:10 പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനിടയായി തീർന്നു, ന്യായപ്രമാണം വന്നതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് പാപത്തെക്കുറിച്ച് അറിവുണ്ടാവുകയും അവർക്ക് പാപത്തെക്കുറിച്ച് അറിവുണ്ടായത് കൊണ്ട് അതിൻ്റെ ഓരോ ലംഘനത്തിനും അർഹമായ ശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരാകുകയും ചെയ്തു എന്നുള്ളതും, കൂടാതെ അവരുടെ ലംഘനം മൂലം അവർ ന്യായപ്രമാണം ലഭിച്ചവരെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചവരെങ്കിലും അവരും ദൈവിക ന്യായവിധിക്ക് പാത്രമായി തീർന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിലായിരുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ആർക്ക് എങ്ങനെ രക്ഷയുണ്ടാകും? അല്ലെങ്കിൽ ആർക്ക് ദൈവം മുമ്പാകെ നീതീകരണം പ്രാപിക്കുവാൻ സാധിക്കും? എന്നാൽ ഇന്ന് നമ്മൾ എടുത്ത ഈ വാക്യത്തിൽ പറയുന്നു, 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും അത് വെളിപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും അത് വെളിപ്പെട്ടിരിക്കുന്നു. എന്താണ്, എപ്പോഴാണ് ഈ ദൈവിക നീതി വെളിപ്പെട്ടത് അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയത്? ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത് ഇപ്പോൾ എന്നുള്ള വാക്യത്തിന്
ദൈവവചനത്തിൽ വളരെ പ്രാധാന്യത കൽപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇപ്പോൾ എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. വേദപുസ്തകം പറയുന്നത്, സഭാപ്രസംഗി 3:1 പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. തുടർന്ന് അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങളെയും കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഇത് തന്നെയുമല്ല, സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. അപ്പൊ ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവരെങ്കിൽ ദൈവത്തിന്റെ നീതി ഇപ്പോൾ എന്ന് പറയുന്ന ആ സമയത്ത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതും, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായി തന്നെ ചെയ്യുന്നു. ഇപ്പോൾ എന്നുള്ള സമയത്തേക്കാൾ നന്നായിട്ട് ദൈവിക നീതി വെളിപ്പെടുത്തുവാൻ വേറെ ഒരു സമയവുമില്ല എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടി വരും. തിരുവചനത്തിൽ പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രമാത്രം ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക, താമസിക്കുകയില്ല എന്ന് ദൈവം പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, അതിലൂടെ നമുക്ക് അർത്ഥമായി തീരുന്നത് ഓരോന്നും അതതിന്റെ സമയത്ത് തന്നെ സംഭവിക്കും, അല്ലെങ്കിൽ അതതിന്റെ സമയത്ത് തന്നെ നമുക്ക് ലഭിക്കും, അതതിന്റെ സമയത്ത് തന്നെ അത് വരും എന്നാകുന്നു. സക്കറിയ പുരോഹിതന് ദൈവദൂതൻ വെളിപ്പെട്ട് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനം സക്കറിയാവിനെ അറിയിച്ചു. എന്നാൽ സക്കറിയാവ് തൻ്റെ ശരീരത്തിന്റെ അവസ്ഥയും തൻ്റെ ഭാര്യയുടെ അവസ്ഥയും ശരിക്കും മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുവാനായിട്ട് അല്പം വൈമുഖ്യം കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:20 പറയുന്നു, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിട്ടിരിക്കും. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കുവാനോ ഏറ്റെടുക്കുവാനോ കഴിഞ്ഞില്ല എങ്കിൽ ഈ സക്കറിയാവിനെ പോലെ മൗനമായിട്ട് മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിത്തീരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയുവാനുള്ള ദൈവിക ആലോചന എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതെന്ത് തന്നെ ആയാലും അത് വരും. തക്ക സമയത്ത് ഏറ്റവും നന്നായി ചെയ്യുന്ന ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തിരുവചന റോമാലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ബലഹീനനായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതിനു മുമ്പായി ഗലാത്യ ലേഖനം 4:4 പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം യേശുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി തന്നെ അയച്ചു. അവ യേശുവിന്റെ ജനനവും യേശുവിന്റെ മരണവും തക്ക സമയത്തായിരുന്നു. ഇത് കൂടാതെ ഇനിയുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന യേശുവിന്റെ വരവാണ്. തന്നെയല്ല, ഈ ലോകത്തിന്റെ പരിഹാസികൾ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ
ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ, യേശുവിന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവജനത്തെ പരിഹസിക്കും. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലതും ആരംഭം പോലെ തന്നെ ഇരിക്കുന്നു, അവന്റെ വരവെന്ന് പറഞ്ഞിട്ട് എപ്പോൾ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമുക്കുള്ള ഉറപ്പ് എന്ന് പറയുന്നത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വരവ് എന്ന് പറയുന്ന തക്ക സമയത്ത്, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം, ആ സമയത്ത് കർത്താവ് വരും. ഇത് കൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് തക്ക സമയത്താണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പ്രസാദകാലത്ത്, ഈ പ്രസാദകാലം എന്ന് മലയാളം ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ആക്സെപ്റ്റബിൾ ടൈം, ഗോഡ്സ് ആക്സെപ്റ്റബിൾ ടൈം അല്ലെങ്കിൽ ഫേവറബിൾ ടൈം എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയം, ദൈവത്തിൻ്റെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിക്കുന്ന സമയമാണ്. അത് അതിനു മുമ്പോ അതിനു ശേഷമോ അല്ല. ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കൊരു കൃത്യതയുണ്ട്. ദൈവം സമാഗമന കൂടാരം പണിയുവാനായിട്ട് മോശയോട് കൽപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ അതിന്റെ സാമ്പിൾ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ ഓരോ അളവും പറയുമ്പോൾ പ്രത്യേകമായിട്ട് നോട്ട് മോർ നോട്ട് ലെസ്, ഒരളവ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇതിൽ കൂടുവാനോ കുറയുവാനോ പാടില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ സ്വീകാര്യമായ സമയം, സുപ്രസാദ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആ ഒരു ഇടപെടൽ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് പഴയ നിയമം ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നിന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിപ്പോൾ എടുത്തു വായിച്ച ആ വാക്യങ്ങളെ പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ 49-ാം അധ്യായം, യെശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കുവാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളിൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറയുവാനും ഞാൻ നിന്നെ കാത്തു. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അവിടെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനും, അതായത് എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനും വെറുക്കപ്പെട്ടവനും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനുമായവനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ പോകുകയാണ്. എങ്ങനെ? ദേശത്തെ ഉയർത്തുവാൻ, ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കുവാൻ, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളിൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്ന് പറയുവാനും ഞാൻ നിന്നെ കാത്തു. ഇത് നമ്മുടെ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാവരാലും തള്ളപ്പെട്ടു, എല്ലാവരാലും പരിഹസിക്കപ്പെട്ടു, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു. പക്ഷേ
ദൈവം അവനെ ഉയർത്തി. ദൈവം അവനെ ഉയർത്തി. യെശയ്യാവ് തന്നെ 61-ാം അധ്യായത്തിൽ ഈ പ്രവചനത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തുന്നുണ്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. 61-ന്റെ 1-2 വാക്യങ്ങൾ. അവിടെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാൻ, വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കുവാൻ, ആനന്ദ തൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയം ധരിപ്പിക്കുവാൻ എന്നൊക്കെ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തെ ഒരിക്കൽ കൂടി യെശയ്യാവ് അവിടെ കാണിക്കുന്നു. യെശയ്യാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 7-ാം നൂറ്റാണ്ടാണ്. ഏകദേശം 750 വർഷക്കാലം യേശുവിന്റെ ജനനത്തിന് ഏകദേശം 750 വർഷക്കാലം മുമ്പ് ഉണ്ടായ ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത്, അതിന്റെ സുപ്രസാദ കാലം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്വീകാര്യമായ സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്നത് എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശം ലഭിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത, ദൈവത്തിന്റെ ജനത, ദൈവത്തിന്റെ സ്വന്തം ജനത, രാജകീയ പുരോഹിത ഗണം ആത്മീയമായ അന്ധതമസിൽ, കൂരിരുട്ടിൽ മുന്നോട്ടുള്ള ആത്മീയ പ്രയാണം എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് തപ്പിത്തടഞ്ഞ് നടന്നപ്പോൾ, ഇടയിലില്ലാത്ത ആടുകൾ എന്നതുപോലെ ഛിന്ന ഭിന്നമായി പോയപ്പോൾ, ആത്മീയമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അധപ്പതനം അവിടെ സംഭവിച്ചപ്പോൾ, അങ്ങനെ ആത്മീയമായ അന്ധതയിലിരുന്ന ആ ജനത്തിന് പ്രകാശം പരത്തുവാൻ ദൈവം ആ അന്ധകാരത്തിന്റെ ഏറ്റവും അത്യുന്നതമായ ആ സമയത്ത് ദൈവം തന്റെ പുത്രനെ അയച്ചു. പറയുന്നു, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, ദേവാലയത്തിലേക്ക് കടന്നു എന്ന യേശു തന്റെ ദേശമായ നസ്രത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ പള്ളിയിൽ കടന്നുപോയി യെശയ്യാ പ്രവാചകന്റെ ഈ പ്രത്യേകമായ ഭാഗം എടുത്ത് വായിച്ചിട്ട് അവരിപ്രകാരം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു തുടങ്ങി, നിവൃത്തി വന്നിരിക്കുന്നു എന്ന് യേശു പറയുവാനിടയായി. അപ്പോൾ യെശയ്യാവിലൂടെ 750 വർഷക്കാലം മുമ്പ് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് അത്രമാത്രം ഒരു കാലയളവ് എടുത്തു എങ്കിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം താമസം വന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് അത് തക്ക സമയമാണ്. കൂടാതെ നമ്മുടെ ജീവിതത്തിലും ഇത് ഒന്ന് റിലേറ്റ് ചെയ്താൽ, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും, എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും, മറ്റുള്ളവരുടെ ദാസനായി ദാസ്യപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ലാതിരിക്കുകയാണെങ്കിലും, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുക മാത്രമല്ല, ഈ വീണ് കിടക്കുന്നവനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ, അവൻ നമ്മെ എടുത്തുയർത്തും. അവൻ നമ്മെ ഉയർത്തുക മാത്രമല്ല, അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, അവൻ നമ്മെ ഒരു പ്രശംസാ വിഷയവുമാക്കി തീർക്കും. ഇതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ഉദാഹരണമായിട്ട്, ഇതിന് പ്രത്യേകമായിട്ട് ഒരു ഉദാഹരണമായിട്ട് കാണിക്കാവുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. 105-ാം സങ്കീർത്തനം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫിന്റെ ചരിത്രം അവിടെ ഉണ്ട്. അവർ അവനെ ദാസനായി വിറ്റു. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവന്റെ കാലുകളെ അവർ ബന്ധിച്ചു. ഇരുമ്പു ചങ്ങലയിൽ അവൻ കുടുങ്ങിക്കിടന്നു. എന്നാൽ രാജാവ് അയച്ച് അവനെ വിടുവിച്ചു. എന്ന് മാത്രമല്ല, രാജാവ് അവനെ ജനത്തിന്റെ ജാതികളുടെ അധിപതിയാക്കി. അത് മാത്രമല്ല, അവന്റെ പ്രഭുക്കന്മാർക്ക്
ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവും തൻ്റെ സമ്പത്തിന് സകല അധിപതിയുമായി നിയമിച്ചു. യോസേഫിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ ഇടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനെന്ത് ചെയ്യണം? യോസേഫ് ചെയ്തതുപോലെ അവൻ ഒരിടത്തും പിറുപിറുത്തില്ല, ഒരിടത്തും ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, ഒരിടത്തും ദൈവം അവന് കൊടുത്ത ദർശനത്തെ അവൻ ഉപേക്ഷിച്ചില്ല. പത്രോസ് ഇതിനെ കുറിച്ച് പറയുന്നു, അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പിൻ. ഇപ്പോഴാകുന്നു ആ സുപ്രസാദ കാലം, നമ്മുടെ വിടുതലിന്റെ കാലം. അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഉയർച്ചയുടെ സമയം അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസം അത് ദൈവം നിയമിച്ചിരിക്കുന്നു. അത് ഇപ്പോഴാണ്, ഈ ദിവസത്തിൽ തന്നെ അത് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം ഇന്ന് നാം നാളെ എന്ന് പറയുന്ന ദിവസം, നാളെ നാം എത്തിച്ചെല്ലുമ്പോൾ അത് നമുക്ക് ഇന്ന് ആയിത്തീരുന്നു. ദൈവത്തിന്റെ നീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ എടുത്ത ഇന്നത്തെ വാക്യം, റോമാലേഖനം 3:21. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. എന്താകുന്നു ദൈവനീതി? നമ്മളിത് ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കിയതാണ്. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയി. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നാം ആരും ദൈവത്തെ അന്വേഷിച്ചില്ല. എന്നാൽ ദൈവം നമ്മുടെ എല്ലാവരുടെ അകൃത്യം തന്റെ പുത്രന്റെ മേൽ ചുമത്തുവാനായിട്ടിടയായിത്തീർന്നു. റോമാലേഖനം 8:3 പറയുന്ന, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ വിധിച്ചത് അവന്റെ പുത്രന്റെ മേലായിരുന്നു. നീതിയുള്ള ന്യായാധിപതിയായ ദൈവം പാപിയായ മനുഷ്യനെ ശിക്ഷാവിമുക്തനാകുവാൻ, ഈ പാപിയായ മനുഷ്യനെ ശിക്ഷാവിമുക്തനാക്കുവാൻ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും പറയണം, പാപിയായ എന്നെ ശിക്ഷാവിമുക്തനാക്കുവാൻ, എൻ്റെ മേലുള്ള പാപത്തെ, ലോകത്തിന്റെ പാപം ചുമക്കുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടും ദൈവത്തിന്റെ പുത്രനുമായ യേശുവിന്റെ മേൽ ചുമത്തി പാപത്തിന് ശിക്ഷ വിധിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിച്ചു. അങ്ങനെ ദൈവം തന്റെ നീതിയെയും മനുഷ്യനോടുള്ള, അതായത് എന്നോടുള്ള അവന്റെ സ്നേഹത്തെയും വെളിപ്പെടുത്തി. പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള അലംഘനീയമായ നിയമം, ആ നിയമം എൻ്റെ മേൽ നടപ്പാക്കുന്നതിന് പകരമായി ദൈവം തൻ്റെ പുത്രന്റെ മേൽ അത് നടപ്പാക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇത് ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ നീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവം അത് വെളിപ്പെടുത്തി. പക്ഷെ ആർക്കാണിത് വെളിപ്പെടുത്തിയത്? ആർക്കാണിത് വെളിപ്പെടുത്തി കിട്ടിയത്? വിശ്വസിക്കുന്നവർക്ക്. ഈ ലോകത്തിന്റെ മുമ്പിൽ ഇതൊരു വിഡ്ഢിത്തമാണ്. ഈ ഫിലോസഫി ഒരു വിഡ്ഢിത്തമാണ്. കാരണം ഒരു ന്യായാധിപതിയും ആ കുറ്റവാളിയെ രക്ഷിക്കുവാൻ വേണ്ടി കുറ്റവാളിയുടെ ശിക്ഷ, അല്ലെ കുറ്റവാളിയുടെ കുറ്റം സ്വന്തം പുത്രന്റെ മേൽ ചുമത്തി കുറ്റവാളിക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ തൻ്റെ പുത്രന്റെ മേൽ ചുമത്തിയിട്ടില്ല. ലോകത്തിനത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അത് മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് യഹൂദനായാലും
ജാതിയായാലും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി. എന്നാൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ, അതായത് യേശുവിനെ, പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. അതാണ് റോമാലേഖനം 3-ാം 23, 24, 25 വാക്യങ്ങളിൽ പറയുന്നത്. ഇത് തന്നെയുമല്ല, ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയത് മറ്റൊരു വിധം കൂടി. റോമാലേഖനം 3:25-26 വാക്യം പറയുന്നു, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. അതായത് തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ എന്ത് ചെയ്തു? യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കാൻ എന്ത് ചെയ്തു? അവനെ പരസ്യമായിട്ട് നിർത്തി. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുക. അപ്പോസ്തല പ്രവൃത്തി 17:30 പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കാതെ ലക്ഷ്യമാക്കാതെ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ചും കിങ് ജെയിംസിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹി വിങ്സ് അറ്റ് അവർ ഇഗ്നോറൻസ്. നമ്മുടെ അറിയായ്മകളെ നോക്കിക്കൊണ്ട്, അറിയായ്മയുടെ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പാപപ്രവൃത്തികളെ നമ്മുടെ പ്രതിയോഗിയായ പിശാച് ദൈവത്തിന്റെ മുമ്പാകെ അവനത് ഏറ്റുപറഞ്ഞ് നമ്മളെ ശിക്ഷയ്ക്കായിട്ട് അവൻ വാദിക്കുമ്പോൾ, നമ്മുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവം അതിനെ വിങ്സ് അറ്റ് അവർ ഇഗ്നറൻസ്, അതായത് കണ്ണിറക്കി കാണിക്കുന്നു. നമ്മൾ പറയല്ലേ, വെറുതെ കൊണ്ട് വിട്ടേക്കാൻ എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അറിയായ്മ കാലങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം ലഭിച്ചവരെ ഒരു ശിശുപാലകനെ പോലെ സഹായിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. കൂടാതെ ന്യായപ്രമാണം മൂലം പാപത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അവർക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെ പാപത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അവർ ലംഘനങ്ങളെ അവർ മനസ്സിലാക്കുവാനിടയായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ മനസ്സിലാകേണ്ടത്, തങ്ങളുടെ ലംഘനങ്ങൾ എത്രമാത്രം വലിയതെന്നും തങ്ങളുടെ പ്രവൃത്തിയാൽ ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരണം ഒരിക്കലും സാധ്യമല്ല എന്നും ഈ നിസ്സഹായമായ അവസ്ഥയിൽ തങ്ങളെ രക്ഷിക്കുവാൻ, അതായത് തങ്ങൾക്ക് ഒരിക്കലും തന്നെത്താൻ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് തന്നെ തങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നടന്നടുക്കുവാൻ ന്യായപ്രമാണം അവരെ സഹായിച്ചു. ഇന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടത് വേദപുസ്തകം പറയുന്ന കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനൊന്നും കാരണമല്ല, നമ്മൾ കാരണമല്ല, നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, നമുക്ക് അഭിമാനിക്കുവാൻ ഒന്നുമില്ല. നമ്മൾ പറയണം, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയാണ്. അതായത് റോമാലേഖനം 4:5 പറയുന്നു, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നു. പ്രവർത്തിക്കാത്ത ഒരു പ്രവൃത്തിയുമില്ല, അവൻ അഭക്തനാണ്. ദൈവത്തിന് പ്രസാദകരമായി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എങ്കിലും അവനും അവന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവന്റെ വിശ്വാസം അവന് നീതിയായി തീരുന്നു. രക്ഷ എന്ന് പറയുന്നത് അത് വിശ്വാസത്താലാണ്. നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുന്നതും വിശ്വസിക്കുന്നവർക്കാണ്. കൂടാതെ നിത്യജീവൻ എന്ന് പറയുന്നതും
അതും വിശ്വസിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ഇതാകുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനമായ ഉപദേശങ്ങൾ, സത്യങ്ങൾ. ക്രിസ്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള നീതീകരണം, ദൈവാത്മാവിന് വിശ്വാസത്താൽ പ്രാപിക്കുന്നത്, കൂടാതെ നിത്യജീവൻ, അതും വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നു. ഇന്ന് ലോകത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഫിലോസഫികളുണ്ട്. ഹിന്ദുമാർഗം പറയും കർമ്മത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്നും ഈ ജീവിതത്തിൽ നമ്മുടെ നടപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുവാനുള്ള ജീവിതങ്ങളും റീഇൻകാർണേഷൻ, ഇനിയുള്ള പുനർജന്മത്തിലും അവർ ആയിരിക്കുക എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇസ്ലാം വിശ്വസിക്കുന്നത് നമ്മുടെ സൽപ്രവർത്തികൾ നമ്മുടെ തിന്മ പ്രവർത്തികളെക്കാൾ അധികമാകണം. എങ്കിൽ മാത്രം, ഇത് രണ്ടും കൂട്ടി നോക്കുമ്പോൾ സൽപ്രവർത്തികൾ അധികമായിട്ട് നിൽക്കുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അങ്ങനെയല്ല. സൽപ്രവർത്തികളെയും തിന്മപ്രവർത്തികളെയും കൂട്ടിക്കുറച്ച് ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് സാൽവേഷൻ എന്ന് പറയുന്നത്. അത് സകലതും നിവൃത്തിയാക്കിയവനിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മെ നിത്യജീവൻ അവകാശികളാക്കി തീർക്കുന്നത് നമ്മുടെ സൽപ്രവൃത്തികളോ തിന്മപ്രവർത്തികളോ അല്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും അവന്റെ കാൽവരി ക്രൂശിൽ ചെയ്ത യാഗത്തിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. തിരുവചനത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മിസ്കോട്ടി എന്നൊരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വളരെ സത്യസന്ധരായ പല ക്രിസ്ത്യാനികളും ഓരോരുത്തരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്യമാണ് വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റുമെന്ന്. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാലും അനുഗ്രഹീതരായ നിരവധി കർത്തൃദാസന്മാരുണ്ട്. കഷ്ടതയിലൂടെ, പരാജയത്തിലൂടെ, ഭൗതികമായ പരാജയത്തിലൂടെ, ഭൗതികമായ കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ജാതികൾ ചോദിക്കും, ഇവൻ ഈ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്നിട്ട് എന്തവൻ രക്ഷപ്പെടാത്ത? എന്തിന്? വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും പ്രത്യേകിച്ചും ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറഞ്ഞ് അവരെ നീക്കി നിർത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വാട്ട് യു സോ വിൽ റീപ്പ് എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു വാക്യമായി മാറിയിരിക്കുകയാണ്. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടി വായിച്ചാൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യും. ഈ വാക്യങ്ങളെ കാണിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പ്രാപിക്കുവാനിരിക്കുന്ന അനുഗ്രഹമായാലും ശാപമായാലും എന്തായാലും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടി മനസ്സിലാകണമെങ്കിൽ ഗലാത്യ ലേഖനം തന്നെ 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവേൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ ജഡവും ആത്മാവും രണ്ടും ഒരുമിച്ച് പോവുകയില്ല.
ജഡത്തിന്റെ ഇച്ഛകൾ ആത്മാവിനും ആത്മാവിന്റെ ഇച്ഛകൾ ജഡത്തിനും വിരോധമായിരിക്കുന്നു. കൂടാതെ റോമാലേഖനം 8:13 പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ വിതയ്ക്കുന്നതിനെ കൊയ്യുമെന്ന് പറയുന്നത്, ജഡത്തിൽ വിതച്ചാൽ നീ ജഡത്തിൽ കൊയ്യും. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും, ജഡത്തിൽ മരിക്കും. ആത്മാവിനാൽ നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതായത് ജഡത്തെ അനുസരിച്ച് നടന്നാൽ നമുക്ക് ഒരിക്കലും ദൈവരാജ്യം പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇതാണ് ഗലാത്യലേഖനം 5:19, 20, 21 വാക്യങ്ങളിൽ പറയുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ ജഡത്തെ അനുസരിച്ച് നടന്നാൽ ആ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, നീതിയും സമാധാനവുമാണ്. അപ്പൊ ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെതായിട്ടുള്ള സന്തോഷമൊന്നും അവന് ലഭിക്കുകയില്ല. കൂടാതെ ദൈവരാജ്യം അവന് അവകാശമാക്കുകയില്ല, അനുഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, അവനത് അവകാശമാക്കുവാനും സാധിക്കുകയില്ല. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? ഗലാത്യലേഖനം 4:6 നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ നമ്മളൊരു ദൈവ പൈതലാകുന്നു എന്നുള്ള ഒരു അഷ്വറൻസ് നൽകുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. നാം ദൈവത്തിന്റെ മക്കള് എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, റോമാലേഖനം 8:16. അപ്പൊ നമുക്ക് ഒരു ദൈവ പൈതൽ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ ഈ ജഡത്തെ അനുസരിച്ച് നടന്നാൽ അതൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഈ ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, നമ്മുടെ ആത്മാവ് ഈ ദൈവാത്മാവിനോട് ചേർന്ന് സിങ്കായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് പറയാൻ കഴിയും, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ഒരു ദൈവ പൈതലാകുന്നു. ഇത് തന്നെയുമല്ല, റോമാലേഖനം 8:15 പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ആകുന്നു പ്രാപിച്ചത്. അതുകൊണ്ട് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ഈ ആത്മാവിൽ നാം വിതച്ചാൽ ഈ ആത്മാവിൽ തന്നെ നാം കൊയ്യുവാനായിട്ടിടയായിത്തീരും. ആത്മാവിൽ വിതച്ചാൽ എന്ത് ലഭിക്കും? ആത്മാവിന്റെ ഫലമുണ്ടാകും. ഗലാത്യലേഖനം 5:22-23 സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും പുറപ്പെടുന്ന ഫലങ്ങൾ, അവിടെ കൊയ്ത്തിനായിട്ട് ഒരുക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ഇത് തന്നെയല്ല, നമ്മൾ വിതയ്ക്കുന്നതിനെ കൊയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രവൃത്തി ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുവാൻ വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 5:45 പറയുന്നുണ്ട്, ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊക്കെ ശരിയാണ്, വിതയ്ക്കുന്നതിനെ കൊയ്യുക, ടിറ്റ് ഫോർ ടാറ്റ്. എന്നാൽ ദൈവം 5:45 പറയുന്നു, നിങ്ങളുടെ പിതാവ് സർവഗുണ സമ്പൂർണൻ ആയിരിക്കുന്നത് പോലെ.
അപ്പൊ സർവഗുണ സമ്പൂർണനായ നമ്മുടെ സ്വർഗീയ പിതാവ് സൂര്യനെ കൊടുക്കുന്നതും മഴയെ കൊടുക്കുന്നതും ഒന്നും ഓരോരുത്തരുടെ പ്രവൃത്തിയെ നോക്കിയിട്ടല്ല, അവൻ വിതയ്ക്കുന്നത് നോക്കിയിട്ടല്ല. അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും സൂര്യനെ കൊടുക്കുകയും ചെയ്യുന്നു. ഇതന്നെയാണ് സഭാപ്രസംഗി 9:2 പറയുന്നത്. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. ബേസിക്കലി എല്ലാവരും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇന്ന് വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ഭൗതികവാദിയായാലും എല്ലാവർക്കും രോഗം വരും. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള അധപ്പതനവും ഉണ്ടാകും. എല്ലാവർക്കും നല്ല ജോലി കിട്ടും. എല്ലാവർക്കും ഒരു ജോലി കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ രോഗം. ഇന്ന് ഈ കൊറോണ വൈറസ് ഈ ഭൂമിയിൽ വന്നപ്പോൾ, അത് ഈ പകർച്ചവ്യാധി ഇവിടെ പരന്നപ്പോൾ അനേകർ പറയുവാനിടയായി ദൈവത്തിന്റെ ക്രോധമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ക്രോധം ആരുടെ മേലൊക്കെ ചൊരിഞ്ഞിട്ടുണ്ട്? നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ മാന്യമായ രീതിയിൽ ദൈവ ഭയത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ രോഗം കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഈ രോഗം മാത്രമല്ല, മറ്റു പല രോഗങ്ങളും കടന്നു വന്നിട്ടുണ്ട്. വളരെ ചെറിയ കുഞ്ഞുങ്ങളെ ഭൂമിയിൽ മാത്രം ഒറ്റയ്ക്കിട്ടിട്ട് അവരുടെ മാതാപിതാക്കൾ മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ആരുടെ കുറ്റം? പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, വൻ കുരുടനായിരിക്കുന്ന ആരുടെ കുറ്റം? ഇവന്റെയോ അല്ലെങ്കിൽ ഇവന്റെ മാതാപിതാക്കളുടെയോ? ആ സ്വഭാവമാണ് ഇന്ന് നമുക്കും. ഒരുവന്റെ ജീവിതത്തിൽ ഒരു തളർച്ച വന്നാൽ അതിന്റെ കാരണം കണ്ടുപിടിക്കുവാൻ നമ്മൾ 100 കാരണം കണ്ടുപിടിക്കും. 100 കാരണം. അവന്റെ നടപ്പിന്റെ, കയ്യിലിരിപ്പിന്റെ, അവൻ വിതച്ചതാണ് കൊയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിലെ, നീ ഒരിക്കലും അങ്ങനെ പറയരുത്. ലോകം പറഞ്ഞോട്ടെ, അവർക്ക് അറിയില്ല. കാരണം എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും വിധിക്കരുത്. നീ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിന്ന് കൊയ്യും. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വിതച്ചതിന്റെ ഫലമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവവചനം നമ്മൾ നോക്കിയാൽ ധാരാളം നീതിമാന്മാരെ കാണുവാൻ കഴിയും. ആദ്യത്തെ നീതിമാൻ ആബേൽ, വളരെ ചെറുപ്പത്തിലെ തന്നെ അവൻ കൊല ചെയ്യപ്പെട്ടു. ആരുടെ കുറ്റം? ആബേൽ എന്താണ് വിതച്ചത്? അവൻ ആ മരണം പുൽകുവാൻ വേണ്ടി. യോസേഫിനോടുകൂടെ ദൈവം ഇരുന്നു. പക്ഷേ എത്ര കാലം, ഏതെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവൻ കഷ്ടതയിലൂടെ കടന്നുപോയി. നിന്നയും പരിഹാസവും എല്ലാം അവൻ ഏറ്റു. കാരാഗ്രഹത്തിൽ തടവ് പുള്ളിയായി തീർന്നു. ഇയ്യോബിനെ കുറിച്ച് പറയുന്ന അവൻ ഭക്തൻ, അവൻ നീതിമാൻ. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതിനേക്കാൾ അധികമായി കഷ്ടതകൾ അവന്റെ ജീവിതത്തിൽ വന്നു. ദാനിയേലിനെ കുറിച്ച് പറയുന്ന, എനിക്ക് ഏറ്റവും പ്രിയനായ ദാനിയേൽ, ദൈവത്തിന്റെ വചനം പറയുന്ന. പക്ഷേ ആ പ്രിയനായ ദാനിയേലിന്റെ ജീവിതത്തിലും എത്ര ഭീകരമായ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ പുരുഷൻ. പക്ഷേ അവിടുത്തെ രാജാവും എന്തിന് സ്വന്തം മകനെ പോലും പേടിച്ചിട്ട് അവിടെ നിന്നും തന്റെ സിംഹാസനം പോലും വിട്ടിട്ട് ഓടി ഒളിക്കേണ്ട ഗതികേട് ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ഇതൊക്കെ അവർ വിതച്ചതിന്റെ ഫലമാണോ? എന്നാൽ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, ആബേല് മാത്രമല്ലേ മരിച്ചുള്ളൂ? യോസേഫിന്റെ ജീവിതത്തിലായാലും ഇയ്യോബിന്റെ ജീവിതത്തിലായാലും ദാനിയേലിന്റെ ജീവിതത്തിലായാലും ദാവീദിന്റെ ജീവിതത്തിലായാലും അതിന്റെ അവസാനം ഏറ്റവും നന്നായിരുന്നു, നല്ലതായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വിടുതൽ ലഭിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാനിയേലോ ദാവീദോ ഇയ്യോബോ യോസേഫോ മാത്രമല്ല വേദപുസ്തകത്തിലുള്ളത്. യിരെമ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ
എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചു. അവസാനം ചരിത്രം പറയുന്നത് ഈജിപ്തിൽ വെച്ച് മറ്റുള്ളവരെ കല്ലേറുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണമിടയായി. യേശയ്യാവ് മറ്റൊരു പ്രവാചകൻ അവന് വാളുകൊണ്ട് രണ്ടായി അറുത്തു. മനാശെ എന്ന് പറയുന്ന ആ ദുഷ്ടനായ രാജാവ് അവനെ കൊന്നു എന്ന് പറയുന്നു. സക്കറിയ പുരോഹിതൻ യാഗപീഠത്തിന്റെ അരികിൽ യാഗമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ വധിക്കപ്പെട്ടു. എന്തിന്? സ്നാപക യോഹന്നാൻ. ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാൻ അവന്റെ തല കഴുത്തിന് വെച്ച് ഛേദിക്കപ്പെട്ടു. അവർ എന്ത് വിതച്ചിട്ടാണ് അവർക്ക് അമാരകമായ അവസ്ഥ വന്നത്? നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ പലരും നന്നായിട്ട് ജീവിക്കുന്നവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ മോശമായിട്ട് ജീവിക്കുന്നവർ വളരെ സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വിതയ്ക്കുന്നതല്ല അവർ കൊയ്യുന്നത്. എന്നാൽ അവരുടെ മേലൊന്നും ദൈവം ഒരു പണിഷ്മെന്റും ഇപ്പോൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം ന്യായവിധിക്കായി അവൻ ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ന്യായം വിധിക്കുവാൻ അവൻ യേശുവിനെയാണ് വെച്ചിരിക്കുന്നത്. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിക്കുവാൻ അവൻ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ന്യായവിധി നടത്തിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ കണ്ട വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ചോദിക്കുന്നുണ്ട്, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് ന്യായവിധി പ്രതികാരവും എത്രത്തോളം നടത്താതിരിക്കും? അപ്പോൾ ഇവർക്കൊക്കെ ന്യായവിധി ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ന്യായവിധി വരുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടി ആശ്വാസവും പകരം നൽകും. അതിനൊരു ദിവസം അവൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സകലതും അത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. വീണ്ടും പറയട്ടെ, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. രക്ഷ നമ്മുടെ ദൈവത്തിന്റെ ദാനം. വെളിപ്പാട് പുസ്തകം 7:10 നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനം. പ്രവൃത്തി 2:38, 8:20, 10:46, റോമൻസ് 8:23 ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവ്. നമ്മുടെ നീതീകരണം ദൈവത്തിന്റെ നാമം ദാനം. റോമാലേഖനം 3:24. ഇത് കൂടാതെ നിത്യജീവൻ പ്രാപിക്കുന്നതും പുത്രനിലും അവനെ അയച്ച ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്, നമ്മുടെ പ്രവൃത്തിയാലല്ല. യോഹന്നാൻ 3:36, 3:16, 5:24, 6:40, 6:47 ഇവിടെയൊക്കെ പറയുന്നത്. അപ്പൊ നീതീകരണമായാലും രക്ഷിക്കപ്പെടുന്നതായാലും പരിശുദ്ധാത്മാവായാലും നിത്യജീവനായാലും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രവൃത്തിയാലല്ല. അവനെ അയച്ചിലുള്ള അവനെ, അതായത് യേശുവിനെ അയച്ച ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസത്താലുമാണ് നമുക്കിത് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചിട്ടല്ല നമുക്ക് ലഭിക്കുന്നത്. പ്രവർത്തികൾക്കനുസരിച്ചിട്ട് ഒരു മനുഷ്യനും ഒരു കാലത്തും ഒന്നും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ ഇന്ന് നാം ജീവിക്കേണ്ടത് പ്രവർത്തികളില്ലാതെ ആകുന്നു എന്ന് ആരും ധരിക്കണ്ട. പക്ഷേ ലിഖിതമായ നിയമത്തിന്റെ അനുസരണത്താലല്ല നമ്മൾ നടക്കേണ്ടത്. പിന്നെയോ ദൈവാത്മാവിനെ നയിക്കുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക. ദൈവാത്മാവിലായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ, ദൈവാത്മാവിലായിരിക്കട്ടെ നമ്മുടെ ഫോക്കസ്. ലിഖിതങ്ങളായ നിയമങ്ങളിലല്ല, വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു എന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. നമുക്ക് സൗഖ്യം ലഭിക്കുന്നു വിശ്വാസത്താൽ,
വിടുതൽ ലഭിക്കുന്നു വിശ്വാസത്താൽ, ജയം ലഭിക്കുന്നു വിശ്വാസത്താൽ. എന്തിന്? ദൈവവചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താലുള്ള ഒരു ജീവിതമാണ് നമുക്കായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം വിശ്വാസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ സൽപ്രവർത്തികളിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനായിട്ടിടയായിത്തീരുന്നു. എഫെസ്യ ലേഖനം 2:10 പറയുന്ന സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ. അപ്പൊ അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലാകുമ്പോൾ അവനായിരിക്കും നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിഖിതമായ നിയമങ്ങളിലല്ല, പിന്നെയോ ആ ദൈവാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി. നമുക്കൊന്നും സ്വയമേ ചെയ്യുവാൻ അറിയുകയില്ല. എന്തിന്? പ്രാർത്ഥിക്കുവാൻ പോലും അറിയുന്നില്ല. വേണ്ടുവണ്ണം പ്രാർത്ഥിക്കുവാൻ പോലും നമുക്കറിയുന്നില്ല. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടിനായി ഉണ്ടെങ്കിൽ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവ് നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അവൻ ഓർമ്മിപ്പിച്ചു തരും. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന നടത്തുവാൻ അവൻ നമ്മെ സഹായിക്കും. അതുകൊണ്ടെന്ന് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ എന്ന് മാത്രമല്ല, ഒരു പ്രവൃത്തിയാലുമല്ല നമുക്ക് നീതീകരണം ലഭിക്കുന്നത്, ഒരു പ്രവൃത്തിയാലുമല്ല നമുക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നത്, ഒരു പ്രവൃത്തിയാലുമല്ല നാം നിത്യജീവൻ പ്രാപിക്കാൻ പോകുന്നത്. പിന്നെയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പരമയാഗത്തിലും യേശുക്രിസ്തുവിനെ അയച്ചവനിലുമുള്ള വിശ്വാസത്താലത്രേ.